നമസ്കാരം. JDC പരീക്ഷ പാസ്സായി. ബിരുദ പഠനത്തിന്റെ വലിയ സ്വപ്നങ്ങളുമായി നടന്ന ഒരു പെൺകുട്ടി ശരണ്യ. പെട്ടെന്നാണ് ഒരു ക്രൂരനായി വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. രക്തത്തിൽ കോപ്പർ വർദ്ധിച്ച് ശരീരം തളർന്നുപോയ ശരണ്യയ്ക്ക് പിന്നീട് ലോകം തന്റെ മുറിയിലെ 4 ചുവരുകൾ മാത്രമായി മാറി. ഒടുവിൽ എല്ലാറ്റിനെയും അതിജീവിച്ച് അവൾ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അവിടെ ദൈവത്തിന്റെ രൂപത്തിൽ അവൾക്ക് മുന്നിലേക്ക് എത്തിയത് പത്തനാപുരത്തിന്റെ സ്വന്തം ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു. ആ നിർധന കുടുംബത്തിന് ആശ്വാസമായത് അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു. വൈകാരികമായ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നത്. അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: വിധിയെ തോൽപ്പിച്ച ശരണ്യ. സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു പത്തനാപുരം കഥ. പത്തനാപുരം തലവൂരിലെ ആ കൊച്ചു വീടിന്റെ ഉമ്മറത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാണുമ്പോൾ ശരണ്യ വെറുമൊരു രോഗിയായിരുന്നില്ല, വിധിയോട് മല്ലിട്ട് തളർന്നുപോയ ഒരു സ്വപ്നമായിരുന്നു. JDC പരീക്ഷ പാസ്സായി ബിരുദ പഠനത്തിന്റെ വലിയ സ്വപ്നങ്ങളുമായി നടന്ന ആ പെൺകുട്ടിയെ വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം പെട്ടെന്നൊരു ദിവസമാണ് തളർത്തിക്കളഞ്ഞത്. രക്തത്തിൽ കോപ്പർ വർദ്ധിച്ച് ശരീരം തളർന്നുപോയ ശരണ്യയ്ക്ക് പിന്നീട് ലോകം തന്റെ മുറിയിലെ 4 ചുവരുകൾ മാത്രമായി മാറി. 2021 തെരഞ്ഞെടുപ്പ് കാലത്താണ് ആ വീട്ടിൽ ഞാൻ ആദ്യമായി കാലുകുത്തുന്നത്. മകളെ നോക്കാൻ മാതാപിതാക്കൾക്ക് കൂലിവേലയ്ക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അന്ന് ശരണ്യയുടെ 17കാരനായ അനിയൻ പണിക്ക് പോയി കൊണ്ടുവരുന്ന 200 രൂപയിലായിരുന്നു ആ കുടുംബത്തിന്റെ പട്ടിണിയും മരുന്നും കഴിഞ്ഞു പോയിരുന്നത്. ആ കാഴ്ച മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഉടൻ തന്നെ പ്രിയ നേതാവ് രമേശ് ചെന്നിത്തലയുമായി വിഷയം സംസാരിച്ചു. ഞങ്ങൾ ഇരുവരും ചേർന്ന് നെയ്യാറ്റിൻകര മിംസ് ഹോസ്പിറ്റലിൽ അവൾക്കായി ചികിത്സ ഉറപ്പാക്കി. 43 ദിവസങ്ങൾ നീണ്ട തീവ്രമായ ചികിത്സ. പ്രാർത്ഥനയോടെ കാത്തിരുന്ന നാളുകൾക്കൊടുവിൽ ശരണ്യ ജീവിതത്തിലേക്ക് സാവധാനം പിച്ചവെച്ചു തുടങ്ങി. 5 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് തലവൂരിലെ വോട്ടർമാരെ കാണാനെത്തിയപ്പോൾ ശരണ്യ എത്തി. പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാനും വായിക്കാനും എഴുതാനും കഴിയുന്ന പഴയ ആ കവയിത്രിയായ ശരണ്യ. ആത്മവിശ്വാസത്തോടെ അവൾ എനിക്കരികിലേക്ക് നടന്നു വന്നപ്പോൾ കണ്ടുനിന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. എൻ്റെ വിജയത്തിനായി വോട്ട് ചോദിക്കാൻ അവൾ കൂടി എത്തിയപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. അധികാരത്തിനപ്പുറം ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ശരണ്യയുടെ ഈ ചിരിയാണ് ഈ ദിവസങ്ങളിലെ എൻ്റെ ഏറ്റവും വലിയ വിജയം. ഇനിയും ഒരുപാട് കഥകളും കവിതകളും എഴുതാൻ ശരണ്യയ്ക്ക് കഴിയട്ടെ. ശരണ്യയ്ക്കൊപ്പം പത്തനാപുരത്തിനൊപ്പം അദ്ദേഹം കുറിച്ചു. സാധാരണ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധാരണ നേതാക്കൾ ഇതിലൊക്കെ ഇടപെടൂ. എന്നാൽ ജ്യോതികുമാർ ചാമക്കാല അവിടെ വേറിട്ട് നിന്നു. ആ കുടുംബത്തിന് താങ്ങായി മാറി. ഒരു മകനായി നിന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു. ആ പെൺകുട്ടിക്ക് ഒരു സഹോദരനായി. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണം എന്നതിന് തെളിവാണ് അദ്ദേഹം. ജയിച്ചാലും തോറ്റാലും വ്യക്തി ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനാണെന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം.